ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ് അവരുടെ ശമ്പളവും അത് കഴിഞ്ഞ് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പെൻഷൻ. എപ്പോഴെങ്കിലും ഈ പെൻഷൻ നിന്നു പോകും എന്ന് ഭയമുണ്ടോ? സത്യത്തിൽ ആശങ്കയിലാണ്. സാലറി കൊടുക്കാനുള്ള പല കാര്യങ്ങൾക്കും പല ഡിപ്പോയും പണയം വെച്ച് കുറേയേറെ ഡിപ്പോകൾ അങ്ങനെ പണയം വെച്ചിട്ടുണ്ട്. അത്രമാത്രം ശരിയല്ലാത്തത് പറയുന്നില്ല. ഒത്തിരി പീഡനങ്ങൾ ഉണ്ടാകുന്നതിന് അനധികൃതമായ സ്ഥലം മാറ്റങ്ങൾ. നമുക്ക് 12 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഈ കാലഘട്ടത്തിൽ, ഈ ഇടതുപക്ഷ ഭരണ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത് UDF ഭരിക്കുമ്പോഴാണെന്ന് ഞാൻ പറയും. UDF ആയിരുന്നോ LDF ആയിരുന്നോ ഇതിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്? ഈ പൊതുവിലുള്ള രക്ഷ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ UDF എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, രാഷ്ട്രീയമായിട്ടൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ്. പക്ഷേ ഇതിനകത്ത് ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത് UDF ഭരിക്കുമ്പോഴാണെന്ന് ഞാൻ പറയും, സ്വാഭാവികമായിട്ടും. പിന്നെ ഇതിനെ രക്ഷപ്പെടലെന്ന് പറയുമ്പോൾ ഇതിനകത്ത് അത്തരം ഒരു ആർജവം കാണിച്ചെങ്കിൽ മാത്രമേ ഇതിനെ അങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയത്തുള്ളൂ. കാരണം ഇതിനകത്ത് പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ജീവനക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒത്തിരി കുറച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ആളുകൾ എന്നാണ് അവർ പറയുന്നത്. പണ്ട് ഞാനൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് 11.2 ആയിരുന്നു റേഷ്യോ. ഒരു ബസ്സിൻ്റെ ജീവനക്കാരുടെ എണ്ണം അത്രയും വരെ വന്ന കാലം. പക്ഷേ അത്രയൊന്നും ഇല്ലായിരുന്നു, ഉണ്ടെന്നാണ് അവർ പറയപ്പെടുന്നത്. അത് പിന്നെ കുറച്ച് ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ 5 point something എന്നൊക്കെയാണ് പറയുന്നത് അതിനാവശ്യത്തിനുള്ളത്. പക്ഷേ അന്നേരം ഇതിനകത്ത് കാര്യമാണ്. അന്ന് ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ ഈ ചില ലേബർ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത് വ്യത്യസ്തമാണ്. നമുക്ക് 12 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഈ കാലഘട്ടത്തിൽ, ഈ ഇടതുപക്ഷ ഭരണ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ജോലി ചെയ്യുന്ന കാര്യം. അതുപോലെ മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇത്തരം ഒരു വേദിയിലൊന്നും പറയുന്നത് അത്രമാത്രം ശരിയല്ലാത്തത് പറയുന്നില്ല. ഒത്തിരി പീഡനങ്ങൾ ഉണ്ടാകുന്നതിന് അനധികൃതമായ സ്ഥലം മാറ്റങ്ങൾ, ഈ മറ്റ് പ്രശ്നങ്ങൾ, അവരെ പീഡിപ്പിക്കുന്ന പല കാര്യങ്ങളിലും പീഡിപ്പിക്കുന്ന അമിതമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നതാണ്. തീർച്ചയായിട്ടും അതെ, തർക്കമില്ലാത്ത കാര്യമാണ്. ഇത്തരം പീഡനങ്ങളൊന്നും ഒരു കാലഘട്ടത്തും UDFൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതെ. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി വന്നു. ഇന്ദിരാ ഗ്യാരണ്ടി വന്നാൽ അതിലാദ്യത്തത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ KSRTCകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ആ ഒരു വാഗ്ദാനം. കാരണം തൊട്ടടുത്ത കർണാടകയിലും തെലുങ്കാനയിലുമൊക്കെ കോൺഗ്രസിൻ്റെ സർക്കാർ അത് വിജയിച്ച് കാണിച്ചതാണ്. കോൺഗ്രസിൻ്റെ സർക്കാർ അല്ലെങ്കിലും ഇന്ത്യ മുന്നണിയുടെ സർക്കാരായ തമിഴ്നാട്ടിലുള്ള DMK അവരും അത് തെളിയിച്ച് കാണിച്ചതാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ളൊരു KSRTCയെയും വെച്ചുകൊണ്ട് എത്രത്തോളം പ്രായോഗികമാകും ആ ഒരു വാഗ്ദാനം? അതൊരു ചിലരുടെയൊക്കെ ഒരു വ്യാഖ്യാനമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പം ഞാനിത് മനസ്സിലാക്കിയിടത്തോളം ഇന്നലെയും ഞാൻ ഏതാണ്ടത്തൊരു ചാനലിലോ മറ്റോ രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖം കാണുകയുണ്ടായി. അവർ ഏതായാലും നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടേ മതിയാവൂ. കാരണം ഇത്തരം കാര്യങ്ങൾ ഒരു പഠനം നടത്താതെ അതിനെ സംബന്ധിച്ച് അത്യാവശ്യം ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ ഗ്രഹിക്കാതെ ഇത്തരം ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. പിന്നെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ പറഞ്ഞതുപോലെ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൊടുക്കുമ്പം അതിനുള്ള സബ്സിഡി കൊടുക്കും എന്നാണ് അവർ പറയുന്നത്. ഈ നമ്മുടെ പ്രകടന പത്രികയ്ക്കകത്ത് പറയുന്നത് ഫ്യുവൽ സബ്സിഡി വരെ കൊടുക്കാനുള്ള തീരുമാനം അത് KSRTCക്ക് മാത്രമല്ല, താഴോട്ടുള്ള ഓട്ടോറിക്ഷകൾക്ക് വരെ കൊടുക്കുമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടന്നുകൂടാ? കർണാടകത്തിലും തെലുങ്കാനയിൽ നടക്കുക, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നടക്കാമെങ്കിൽ കേരളത്തിൽ നടക്കത്തില്ല എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം ഇതാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSRTC എന്ന് പറയുമ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗം അല്ലയോ എന്നൊരു തോന്നൽ വരുമ്പോൾ അതിനനധികൃതമായി പണം കൊടുക്കുമ്പം ആളുകൾക്ക് പോലും, പ്രൈവറ്റ് ബസ്സുകാർക്ക് പോലും അത് തോന്നാമല്ലോ, ആ മേഖലയിലുള്ളവർക്ക്. അപ്പോൾ അതിന് എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം അത് എത്രമാത്രം പ്രായോഗികമാണെന്നൊക്കെ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഇതൊരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കുമ്പോൾ ഗവൺമെൻറ് ഫ്രീ കൊടുക്കുന്നു. കാരണം അതൊരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ കാര്യം നോക്കാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പം ആരോഗ്യ മേഖലയിൽ നിന്നോ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നോ ലാഭം പ്രതീക്ഷിച്ചില്ല ചെയ്യുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവായിപ്പോവും. ഏതായാലും ഗവൺമെൻറ് എയ്ഡ് വേണം. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. അതുമാത്രമല്ല, ഇതിന് മറ്റ് ന്യൂനതകളും കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ദേശസാൽകൃത റൂട്ടുകളുണ്ടാകുന്നു, അതുവഴി KSRTC മാത്രം പോകുന്നു. നേരെ മറിച്ച് ഈ മലയോര മേഖലകളിലേക്കാണെങ്കിൽ ഒരു 50 ബസ് പ്രൈവറ്റ് ബസ് പോകുമ്പോഴാണ് ഒരു KSRTC പോകുന്നുണ്ട്.
അപ്പോൾ ചില മേഖലകളിലുള്ള സ്ത്രീകൾ അവിടെ ഒറ്റപ്പെടുകയും ചില മേഖലയിലുള്ളവർക്ക് യാത്രാ സൗജന്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു പരാതി വരില്ലേ? പക്ഷെ പരാതി നമുക്ക് അതിന് അന്നേരം അതിന് വേണ്ട പരിഹാരം കാണുകയല്ല. നമ്മുടെ നിലവിലെ നിയമപ്രകാരം വ്യവസ്ഥിതി അനുസരിച്ച് ഇപ്പോൾ ഈ നാഷണൈസ് റൂട്ടുകളിലാണ് സർക്കാർ ബസ്സുകൾ മാത്രം ഓടുന്നത്. അതല്ലാതെ ചിലയിടത്ത് രണ്ടും കൂടെ ഓടുന്ന ചില ഇതുകളുണ്ട്. അതിന് ഓവർലാപ്പിങ്ങിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് ബസ്സുകാരൻ വന്ന് 2 സ്റ്റേജിന് അങ്ങേപ്പുറത്ത് പോകാൻ കഴിയില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോഴേ നമുക്കൊരു കാര്യം കൂടെ ബോധ്യപ്പെടുന്ന ഈ വാഹനങ്ങളുടെ എണ്ണം സ്വാഭാവികമായിട്ടും KSRTCയുടെ കുറയുമ്പം അവിടെ പ്രശ്നങ്ങളാണല്ലോ. അതെ. അപ്പോൾ അതൊരു പ്രൈവറ്റ് ബസ്സുകാരൻ്റെ കടന്നുകയറ്റത്തിനുള്ള സാധ്യതയുണ്ടാവും. ഇപ്പോൾ അതിനുള്ള പരാതികൾ ഉണ്ടാവുന്നുണ്ട്. പല സ്ഥലങ്ങളിലും KSRTCയെ പിൻവലിക്കാനോ അല്ലെ വാഹനങ്ങളുടെ അഭാവം കൊണ്ട് പ്രൈവറ്റുകാരന് പെർമിറ്റ് കൊടുക്കാനും ചില കോടതി വിധികളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ 140 കിലോമീറ്ററിന് മേളിൽ ഓടാൻ പ്രൈവറ്റ് ബസ്സുകൾക്ക് അവകാശമില്ല, പറ്റത്തില്ല. പക്ഷേ അവർ തന്നെ കോടതിയിൽ പോയി ഇപ്പോൾ ഒരു വിധി സമ്പാദിച്ചിട്ട് അതിന് മേളിലും ഓടാം എന്ന തരത്തിൽ. പക്ഷേ ആ ഓടാമെന്ന് അങ്ങനെ വരുമ്പോൾ ഇതിന് KSRTCക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണെങ്കിൽ അതിനെ നിയമപ്രകാരം നേരിടേണ്ട ഉത്തരവാദിത്തം സർക്കാരിനും KSRTCക്കും. അവർ പോയിട്ടില്ല. അപ്പം ഈ ലാരഡ് പറഞ്ഞതുപോലെ ഇതൊരു ഒരു സ്വാഭാവിക മരണത്തിൽ എത്തിച്ച് മറ്റിടത്ത് കൊടുക്കാനുള്ള ഒരു സ്ഥിതിയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു 5000-ഓളം ബസ്സുകൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അതെ, 5000-ഓളം ഇല്ല, അതിൻ്റെ പകുതിയോളമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ 5000 ബസ് കൊണ്ട് കേരളത്തിലെ 2.5 കോടി ജനങ്ങളോട് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ 3.5 കോടി ജനങ്ങളുണ്ട്, പക്ഷേ യാത്ര ചെയ്യുന്ന അത്രത്തോളം വരുന്ന ജനങ്ങൾ ഈ 5000 ബസ്സിൽ യാത്ര ചെയ്യണം, സ്ത്രീകൾ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് പകുതി ഒരു ഫലം കാണാതെ വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു 5000-ഓളം ബസ്സുകൾ പുതുതായി കൊണ്ടുവന്ന് ഇവിടെ ഓടിക്കാൻ തയ്യാറാണെങ്കിൽ അത് നടക്കുന്നൊരു സംസ്ഥാനമാണോ കേരളം? അതായത് പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ് ഇത്ര തന്നെ കൂടുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം വരാനോ, അല്ലെങ്കിൽ അത് പണമുണ്ടാക്കിയാലും ബസ്സുകൾ ഇവിടെ കൊണ്ടുവരുന്നതിന് തടസ്സം എന്തെങ്കിലും ഉണ്ടോ? അതിന് തടസ്സത്തിൻ്റെ കാര്യമില്ലല്ലോ. കാരണം ഈ നാഷണലൈസ്ഡ് സെക്ടറിൽ ഈ KSRTC ആണ് ഓടിക്കേണ്ടത്. അതില്ലാതെ വരുമ്പോഴാണ് ഈ പെർമിറ്റ് മറ്റവർക്ക് കൊടുക്കുകയും അതിനകത്ത് അനധികൃതമായ ഏർപ്പാട് ഉണ്ടാക്കുന്നതും. ആ വാഹനങ്ങൾ നമുക്ക് അത്രയും വാഹനങ്ങളുണ്ടെങ്കിൽ ആ നിലവിലുള്ള നമ്മുടെ പെർമിറ്റിൽ ഓടാൻ നമുക്ക് കഴിയും, സ്വാഭാവികമായിട്ടും കഴിയും. ഇപ്പം തന്നെ UDFൻ്റെ പ്രകടന പത്രികയ്ക്കകത്ത് പുതിയ ബസ്സുകൾ എല്ലാ വർഷവും എടുക്കുമെന്നും പ്രശ്നങ്ങൾ അതിൻ്റെ യാത്രാ ക്ലേശം അത്തരത്തിൽ പരിഹരിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ചിന്തയും കൂടെ അവരുടെ മനസ്സിലുണ്ടാകുമല്ലോ. ഈ ഫ്രീ കൊടുക്കുന്ന അടക്കം അതിന് പ്രത്യേക കാര്യം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ മേഖല ശക്തിപ്പെടുത്താൻ UDFൻ്റെ പ്രകടന പത്രികയ്ക്കകത്ത് വളരെ വ്യക്തമായി ഏതാണ്ട് ഒരു പേജോളവും ആ കാര്യങ്ങളെ സംബന്ധിച്ച് മൊത്തത്തിലും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ താങ്കളുടെ അനുഭവത്തിൽ നിന്ന് പറയാം, ഈ ഇത്രയും വലിയ ഒരു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വന്ന ഈ ഒരു KSRTCയിലെ സൗജന്യ യാത്ര, ആ സൗജന്യ യാത്ര നടക്കണമെങ്കിൽ അത് താങ്കളുടെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എന്ത് മാറ്റം വരുത്തണം ഇതിൽ? സൗജന്യ യാത്ര ഇത് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഇന്നിപ്പം ബസ്സുകളിലെ ഏറിയ യാത്രക്കാരും സ്ത്രീകളാണ്. അപ്പോൾ ഇതിനകത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ബസ് സർവീസുകൾ ഉണ്ടാക്കുകയും സർക്കാർ സഹായം ചെയ്യുകയും മാത്രമേ ഇതിനല്ലാതെ വേറെ ഇതിനകത്തൊരു ജിമ്മിക്കുമില്ല. ഇവർ കയറിയാൽ ഇവർക്ക് ടിക്കറ്റ് കൊടുക്കാനൊക്കെ അതിലെ കാശ് കിട്ടത്തില്ല. അത് പരിഹരിക്കണം. അത് പരിഹരിക്കാൻ സർക്കാരിൻ്റെ പിന്തുണയുണ്ടാവണം. ഈ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ബസ്സുകളിൽ നിലവിൽ ഫ്രീ ഇല്ല. അപ്പോൾ ഈ വരുന്ന സ്ത്രീകൾക്ക് കഴിവിൻ്റെ പരമാവധി യാത്ര ചെയ്യാൻ KSRTC തന്നെ കൂടുതൽ സർവീസുകൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. എന്നെങ്കിലും അവർക്കതിൻ്റെ പ്രയോജനം പൂർണ്ണമായി കിട്ടൂ. അല്ലെങ്കിൽ ഈ പറയുന്ന അരമണിക്കൂറിലോ 1 മണിക്കൂറിലോ ഇടയ്ക്ക് വരുന്നൊരു ബസ്സിൽ മാത്രമേ അവർക്ക് ഫ്രീ ആയി പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിന് ബസ് സർവീസിൻ്റെ എണ്ണം കൂട്ടണം. അത് UDFൻ്റെ പ്രകടന പത്രികയിൽ അവർ ബസ്സുകൾ എല്ലാ വർഷവും പണ്ടൊക്കെ മേടിക്കും. പ്രത്യേകിച്ച് ഈ ചില സ്പെഷ്യൽ സീസണിലൊക്കെയാണ് ബസ്സുകൾ പുത്തനായിട്ട് എടുക്കും. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ ബസ്സുകൾ പുത്തനായിട്ട് എടുത്തു അത് ഏതെങ്കിലും ഡിപ്പോയ്ക്ക് കൊടുത്ത് ശബരിമലയ്ക്ക് ഓടിച്ചിട്ടാണ് മറ്റ് ഡിപ്പോകൾക്ക് അത് അലോട്ട് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നടന്നു. ഇപ്പോൾ അതൊക്കെ പോയി. അത്തരം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാര്യമാണ് ഇതിൻ്റെ ഈ സ്ത്രീകളുടെ യാത്രാ പ്രശ്നത്തിന് ഒരു പരിഹാരമല്ലേ അവരോട് ഒരു ആഭിമുഖ്യം ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കുമ്പം ഇതേ ഉള്ളതിനുള്ള മാർഗം വാഹനങ്ങളുടെ എണ്ണം കൂട്ടുക. അത് UDF പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യും, നമുക്ക് പ്രതീക്ഷിക്കാം. സത്യത്തിൽ ഈ KSRTC ബസ് ഒന്ന് നശിക്കുമ്പോൾ അതിന് തുല്യമായ ബസ് വരുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത കാലത്തെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ സമയത്തുള്ള കാര്യമാണ്.
ശരിക്കും ഇതിനെ ബസ് പുതുതായി എടുക്കാത്തതും പണ്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ചില നിയമങ്ങൾ കൊണ്ടുവരുന്നതും ഈ കോർപ്പറേഷനെ അല്ലെങ്കിൽ KSRTCയെ നശിപ്പിക്കാനാണോ എന്നുള്ളതിൽ സംശയമുണ്ട്? അങ്ങനെ നമുക്കിങ്ങ് തീർത്ത് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഈ പ്രവൃത്തി കാണുമ്പോൾ ഇത് രക്ഷപ്പെടേണ്ട എന്നൊരു തോന്നൽ അവരുടെ ഭാഗത്തുണ്ടെന്ന് നമുക്ക് തോന്നാം. നമുക്കറിയാം, നിലവിലെ നിയമപ്രകാരം ഇത്തരം ട്രാൻസ്പോർട്ട് മേഖലയിൽ 15 വർഷമേ ഒരു ബസ് ഓടിക്കാൻ പാടുള്ളൂ. അതിന് മേളിലുള്ള ബസ്സുകൾ ഓടുന്നുണ്ട്. അത് ഓടിക്കാതെ മാറ്റണമെങ്കിൽ പുതിയ ബസ്സുകൾ എടുക്കണം. ബസ്സുകൾ എടുത്തില്ല, ഇതിപ്പോൾ അത്യാവശ്യം ഇത് ഓടിച്ചേ പറ്റി. എന്നിട്ട് തന്നെ ആരോട് പറഞ്ഞതുപോലെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുറഞ്ഞ കൂട്ടത്തിൽ വീണ്ടും ഈ ഒരു പ്രശ്നം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓടിക്കാനൊക്കാത്ത അവസ്ഥയായിപ്പോവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രക്ഷപ്പെടണം എന്നൊരു താല്പര്യം ഭരിക്കുന്നവർക്കുണ്ടെങ്കിൽ അവരിതിന് പുതിയ ബസ്സുകൾ വാങ്ങാനും ഇത് റീപ്ലേസ് ചെയ്യാനും ഉള്ള സാഹചര്യം അവർ സ്വയം സൃഷ്ടിക്കണം. അതിൽ നിന്ന് വിമുഖത കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ മതി എന്ന് നമ്മൾ ധരിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ KSRTCയിൽ ഇങ്ങനെ ബസ്സുകളൊന്നും കൊണ്ടുവരാതെ ഇതിനെ ഇങ്ങനെ ഒരു നശീകരണത്തിലേക്ക് എത്തിക്കുന്നു, അതുള്ളത് മറ്റൊരു കാര്യം. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത് നമ്മുടെ ഈ പല ഡിപ്പോകളും പണയം വച്ചും പലതും എനിക്കൊന്നും വിറ്റിട്ടില്ലാന്ന് തോന്നുന്നു. ഡിപ്പോകളൊന്നും സാലറി കൊടുക്കാനുള്ള പല കാര്യങ്ങൾക്കും പല ഡിപ്പോയും പണയം വെച്ച് കുറേയേറെ ഡിപ്പോകൾ അങ്ങനെ പണയം വെച്ചിട്ടുണ്ട്. അത് കുറേ കാലത്തിന് മുമ്പ് മുതൽ LICക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ LICക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് ചില സൊസൈറ്റികൾക്ക്, അതായത് വൻ സൊസൈറ്റികൾക്കടക്കം പാലക്കാട്ട് സൊസൈറ്റിക്ക് പോലും പണയം വെച്ചതായിട്ടാണ് വസ്തുത തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പണയം വെക്കുന്ന ഇതിനകത്തെ ആസ്തിയാണ് ഈ പണയം വെക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഏതാണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 2200 കോടിക്ക് മേളിലായിരുന്നു 2200 കോടിക്ക് മേളിലായിരുന്നു കടമെന്ന് പറയുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് 17,000 കോടി കടമുണ്ടെന്നാണ്. ഈ 17,000 കോടി കടം എന്ന് പറയുമ്പം നമുക്ക് തോന്നുന്നത് ഈ സർക്കാർ തരുന്നതെല്ലാം വായ്പയായിട്ടാണ്, അല്ലെങ്കിൽ ഗ്യാരണ്ടി നിൽക്കുകയാണ്. അതാണ് വസ്തു. അല്ലാതെ അവർ ഈ പറഞ്ഞ പോലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നത് പോലെ അവരുടെ ഒരു ആവശ്യം വന്നു. ഇപ്പോൾ ഉദാഹരണം, ഈ ഏറ്റവും ലേറ്റസ്റ്റ് പെൻഷൻ DAയും DRും സർക്കാർ കൊടുത്തു കഴിഞ്ഞു ഈ ഇലക്ഷൻ പ്രമാണിച്ച്. അതിനകത്ത് ഈ പറയുന്ന മറ്റൊരു കാര്യം, ഗവൺമെൻറ് അങ്ങ് അനുവദിക്കുക. ഇതിനകത്ത് വരുന്നുണ്ട് ഇത്തരം സഹായങ്ങളേ ഉള്ളൂ. സഹായം ചെയ്തോ എന്ന് ചോദിച്ചാൽ സഹായം ചെയ്തു, പക്ഷേ അത് വായ്പയായിട്ടും മറ്റ് ഗ്യാരണ്ടി നിന്ന് മറ്റ് മേഖലയിൽ നിന്ന് എടുത്തു കൊടുത്തുള്ള സഹായമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യുന്നത്. ഇതിലൊരു DA DR എന്നൊക്കെ പറഞ്ഞത്, അതായത് DAക്ക് തുല്യമായ DR നൽകുന്നില്ല, അങ്ങനൊരു അതിൽ ഒരു പ്രശ്നമുണ്ടോ? അതിന് ആരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണക്കാർ? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലായിടത്തും ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ DA അനുവദിച്ചാൽ അപ്പോൾ DR അനുവദിക്കും. DA എന്ന് പറഞ്ഞാൽ ജീവനക്കാർക്ക് കിട്ടുന്ന DRന് സലവൻസും ക്ഷാമബത്തയും, DR എന്ന് പറയുന്നത് പെൻഷൻകാർക്ക് കിട്ടുന്ന ക്ഷാമാശ്വാസവും എന്നാണ് അതിൻ്റെ DR എന്ന് പറയുന്നത്, റിലീഫ് എന്നാണ് അതിൻ്റെ പേര്. എല്ലായിടത്തും സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കുമ്പോൾ അവർക്ക് DRും കൊടുക്കും, അത് മാറ്റിവെക്കാറില്ല. KSRTCന് സമാനമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് എപ്പോൾ DA കൊടുക്കുന്നോ അതിന് സമാനമായ തരത്തിൽ അതിനകത്ത് ജീവനക്കാർക്ക് DA കൊടുക്കണമെന്നും, ഇതിലെ ജീവനക്കാർക്ക് എപ്പം DA കൊടുക്കുന്നോ അതിന് സമാനമായ DR പെൻഷൻകാരനും കൊടുക്കണമെന്ന് ലിഖിത നിയമമാണ്, കരാർ നിയമമാണിത്. പക്ഷെ ഇപ്പോൾ അത് പാലിക്കാറില്ല. ഈ 2021 എൻ്റെ ഓർമ്മ, അന്നൊരു 9% DR ഞങ്ങൾക്കും പെൻഷൻകാർക്കും 12% DA ജീവനക്കാർക്കും കൊടുത്തു. അത് ഞങ്ങൾ കേസിന് പോയി. ആ കേസിന് പോയി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചു. പക്ഷേ അവർ സുപ്രീം കോടതി അപ്പീൽ പോയി. ശരി, അത് നിയമപ്രകാരം അത് ഭരണഘടനാ ലംഘനമാണത്. കാരണം ഇത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ കിട്ടണം എന്ന് പറയുന്ന കോടതിയെ ആശ്രയിക്കുകയാണ് ഇങ്ങനെ ഒരു നിയമം. അതിന് എതിരെ പോകും. നമ്മൾ കിട്ടാത്ത പല ആനുകൂല്യങ്ങൾക്കും കേസിന് പോകുന്നത്, ഞങ്ങളടക്കം പല യൂണിയനുകളും കേസിന് പോകും. പക്ഷേ എവിടൊക്കെ പോയാലും അവർ ഒന്നിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കും, അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കും. അതുപോലെ ഇപ്പം ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ മാർച്ച് മാസം ആദ്യം ഒരു 7% DA ജീവനക്കാർക്ക് കൊടുത്തു. 7% DA ജീവനക്കാർക്ക് കൊടുക്കുന്നത് 2021 ശമ്പളം പരിഷ്കരിച്ചപ്പോൾ പെൻഷൻ പരിഷ്കരിച്ചില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് അത്തരം ഒരു നടപടി ഈ സർക്കാർ, LDF സർക്കാരാണ് ചെയ്തത്. അപ്പോൾ 7% എന്ന് പറയുന്നത് 2022 മുതൽ അത് പ്രാബല്യത്തിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന 7% DA എന്ന് പറയുന്നത് അപ്പോൾ വരുന്ന പെൻഷൻകാർക്കും കിട്ടും. അപ്പോൾ അതിന് ശേഷം പെൻഷനായവർക്ക് ആ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ കിട്ടും. അപ്പോൾ ഒരു സ്വാഭാവിക വർധന അവർക്കുണ്ട്. അവർക്ക് 7% കിട്ടുമ്പം അതിന് മുമ്പ് 22 മുമ്പ് പെൻഷനായവർക്ക് കൊടുക്കുന്നത്
7% കൊടുക്കുമെന്ന് പറയുമെങ്കിൽ അവർ 2 ഗഡു 3-3 അതിനെ കുടിശ്ശികയുടെ ആദ്യ ഘട്ടത്തിൽ നിന്ന് 2 അത് 6 ചുരുക്കി. ഈ 6 ചുരുക്കിയപ്പം ഇതിന് 7 സമാനമായി വരണമെങ്കിൽ അന്നത്തെ, അതായത് 9ാം ശമ്പള കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലുള്ള പെൻഷനാണ് ഞങ്ങളിപ്പം മേടിക്കുന്നത്. 2011 പെൻഷൻ. 2011 ശമ്പളം പരിഷ്കരിച്ചപ്പോൾ പെൻഷനും പരിഷ്കരിച്ചു. 2016 ശമ്പളവും പരിഷ്കരിച്ചില്ല, പെൻഷനും പരിഷ്കരിച്ചില്ല. പിന്നെ ശമ്പളം പരിഷ്കരിക്കുന്നത് 2021. ഈ 21 പരിഷ്കരിച്ചപ്പോൾ ആദ്യമായിട്ട് ഈ നിലവിലെ തീരുമാനങ്ങൾക്കും കരാറുകൾക്കും വിരുദ്ധമായി പെൻഷൻ പരിഷ്കരിച്ചില്ല. അപ്പം ഞങ്ങൾ 9ാം ശമ്പള കമ്മീഷൻ്റെ കെയർ ഓഫിൽ വരുന്ന പെൻഷനാണ് ഇപ്പം, അതായത് 15 വർഷങ്ങൾക്ക് മുമ്പ് പരിഷ്കരിച്ച പെൻഷൻ മേടിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ 7% അത് മറ്റേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഏകദേശം 18% വരണം. ആ 18%-ന് ഞങ്ങൾക്ക് തന്നത് 2 ഗഡു ചേർന്ന് വരുന്ന, അതിനകത്ത് ഈ വീതം വെച്ചെടുക്കുന്നത് അപ്രായോഗികമാണെന്ന് നമുക്കറിയാം. ആ 2 ഗഡു 6% തന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്പാരിറ്റി വീണ്ടും ഒരു കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചത് സുപ്രീം കോടതിയിൽ അവർ കേസിന് പോയെങ്കിലും അത് സ്റ്റേ കൊടുത്തില്ല. അത് വാദം കേട്ട് വിധിക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 5-6 മാസമായി ഇതുവരെ വിധിച്ചിട്ടില്ല. അപ്പം നിലവിൽ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് എന്ന് കിട്ടിയ വിധിയാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുക. ആ സാഹചര്യത്തിൽ വീണ്ടും ചെയ്തത് ഈ കരാർ ലംഘനമാണ്, അല്ലെങ്കിൽ നിയമലംഘനമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ് അവരുടെ ശമ്പളവും, അത് കഴിഞ്ഞ് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പെൻഷനും. എപ്പോഴെങ്കിലും ഈ പെൻഷൻ നിന്നു പോകും എന്ന് ഭയമുണ്ടോ? സത്യത്തിൽ ആശങ്കയിലാണ്. അതിൻ്റെ പരിഹാരം ഈ പറഞ്ഞതുപോലെ UDF സർക്കാർ വരുന്നുടനെ നമ്മൾ അവരുടെ പ്രകടന പത്രികയിൽ നമ്മളിവിടെ കൊടുത്ത ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് KSRTCയുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയിലെ അവരുടെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ നിലനിർത്തിക്കൊണ്ട് പോകാം. അതിനകത്ത് ഒരു ക്ലോസ് കൂടെ അവർ പറയുന്നുണ്ട്, സർക്കാർ പെൻഷൻ നൽകും എന്നൊരു ക്ലോസ് അതിനകത്തുണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിപ്പാർട്ട്മെൻ്റ് ആയാൽ ഈ പ്രശ്നമില്ല. ട്രഷറിയിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന, പെൻഷൻ മേടിക്കുന്ന ആരും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തവർ മാത്രമല്ല. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും പോലീസിൽ നിന്നും ഒക്കെ റിട്ടയർ ചെയ്തവർ അവിടെ നിന്നാണ് മേടിക്കുന്നത്, സർക്കാർ ജീവനക്കാർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ നിലനിൽപ്പിന് തന്നെ എല്ലാ തരത്തിലും നല്ലത് ഡിപ്പാർട്ട്മെൻ്റ് ആക്കുകയാണെങ്കിൽ ഈ പ്രശ്നം അവിടെ പരിഹരിക്കും. അതല്ലെങ്കിൽ ഇത് പ്രശ്നമായി നിലനിൽക്കും. ഏതായാലും UDF സർക്കാർ വരുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, UDF സർക്കാർ വരും എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രതീക്ഷയാണോ? തീർച്ചയായിട്ടും. കാരണം ഈ ഇപ്പോൾ ഇറക്കിയ പ്രകടന പത്രികയ്ക്കകത്ത് കഴിഞ്ഞ 10 വർഷം ഒരു കാര്യവും ജീവനക്കാരനും പെൻഷൻകാരനും ചെയ്യാത്തവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നേ LDFൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നുള്ളൂ. ശമ്പളം പരിഷ്കരിച്ചിട്ടില്ല, പെൻഷൻ ഇപ്പോൾ അടുത്ത് 2026-ൽ 27-ലോ പെൻഷൻ ശമ്പളം പരിഷ്കരിക്കേണ്ട സമയമാണ്. വീണ്ടും 22-ൽ കാലാവധി അന്ന് നടന്നതിന് 27 നടക്കണം. അത് ചെയ്യുമെന്നേ പറയുന്നുള്ളൂ, ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല. പെൻഷൻ പരിഷ്കരിച്ചിട്ടില്ല. അതിന് തുല്യമായിട്ട് ഞങ്ങൾക്ക് തരാൻ 5/1/2026 കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പോയില്ല, വേറെ 2-3 യൂണിയനുകൾ കോടതിയിൽ പോയി. അവരൊരു വിധി സമ്പാദിച്ചത് 22-ൽ ശേഷം റിട്ടയർ ചെയ്തവരും അതിന് മുമ്പ് റിട്ടയർ ചെയ്തവരും തമ്മിലുള്ള പെൻഷൻ്റെ വ്യത്യാസം. കാരണം ഇതാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിന് മുമ്പ് പെൻഷൻ പരിഷ്കരണം പിന്നീട് നടക്കാതെ പോയതുകൊണ്ട് ഈ ശമ്പളം പരിഷ്കരിച്ചപ്പോൾ അതിന് അടിസ്ഥാനത്തിലുള്ള പെൻഷൻ കിട്ടുന്നത് വ്യത്യാസമാണ് നിലവിൽ, പെൻഷൻ പരിഷ്കരിച്ചില്ലെങ്കിലും. ആ വ്യത്യാസം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി വിധി 5/1/2026 ഉണ്ടായിട്ടുണ്ട്. ആ വിധിക്കകത്ത് പറയുന്നത് ഈ വ്യത്യാസം പരിഹരിക്കണമെന്ന് പറയുന്നതിനകത്ത് ഈ കേസ് കൊടുത്ത കക്ഷികളെ ഹിയർ ചെയ്യണം. ഹിയർ ചെയ്ത് ഇത് പരിഹരിക്കണമെന്നാണ്. 4/3/2026 ഒരു ഹിയറിംഗ് നടത്തി. ആ ഹിയറിംഗ് നടത്തിയതിന് ശേഷം അവർ ഏജിക്കൊരു കത്ത് കൊടുത്ത് പുറത്ത് വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന് ഇതിന് എതിരെ കേസിന് പോകാൻ സ്കോപ്പുണ്ടോ എന്ന് ചോദിച്ചാണ് പോയിരിക്കുന്നത്. ഉപദ്രവിക്കാനാണ് പ്ലാൻ. അപ്പം ഹിയർ ചെയ്ത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് ഹിയറിംഗ് നടത്തി. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ 5/1/26 വിധി വന്നപ്പോൾ അവർക്കിത് കൊടുക്കാമെങ്കിൽ മറ്റ് കേസുകൾക്ക് അപ്പീൽ കൊടുത്താൽ മതിയായിരുന്നു. ആ ഇലക്ഷൻ വരുന്നതുകൊണ്ട് അവർ നോക്കി. അപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഇത് പരിഹരിക്കാൻ അവർക്ക് പറ്റാതെ വന്നപ്പോൾ പിന്നുള്ള മാർഗ്ഗം ഹിയറിംഗ് നടത്തി മാറ്റി വെച്ചിട്ട് ഇത് അടുത്ത ആളുടെ തലയിൽ കൊടുക്കാനാണോ എന്തോ നമുക്കറിയത്തില്ല. എന്നിട്ട് ഇവർ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ച് കത്ത് കൊടുത്തിരിക്കുക. ആ കത്ത് പുറത്ത് വന്നിട്ടുണ്ട്.